ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി കാണാൻ വേണ്ടി ഐമാക്സിലേക്കുള്ള എൻ്റെ യാത്ര. കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു കോയമ്പത്തൂരുള്ള ബ്രോഡ്വേ പോയിട്ട് ഐമാക്സിൽ നിന്നൊരു പടം കാണണമെന്ന്. ഒഡീസി വന്നപ്പോൾ ഒന്നും നോക്കിയില്ല, അവിടെ തന്നെ അങ്ങ് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ലോ ബിറ്റ് റേറ്റും അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയാൻ പറ്റിയത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ബുക്ക് ചെയ്ത് പോയില്ലേ, അത് കാരണം നേരെ കോയമ്പത്തൂരിന് വിടുവാണ്. അതിനാദ്യം ഞാൻ കണ്ണൂരിൽ നിന്ന് തിരൂരേക്കെത്തി. തിരൂരൊക്കെ ആകെ മാറിയിട്ടോ, സ്റ്റേഷനൊക്കെ നോക്ക് നല്ല കിഡിലനായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 3:30 തന്നെ ചെക്കന്മാരെ എല്ലാം കൂട്ടി മനുവിൻ്റെ അൾട്രോസ് ഉണ്ട്, അതെടുത്തിട്ട് കോയമ്പത്തൂരിലേക്ക് വിടാനാണ് പ്ലാൻ. ഞങ്ങൾ മൊത്തം 5 പേരുണ്ട്. വെളുപ്പാങ്കാലമായതുകൊണ്ട് റോട്ടിലൊന്നും വലിയ വണ്ടികളുണ്ടായിരുന്നില്ല, അത് കാരണം നല്ല അടിച്ച് മിനിച്ച് പോകാൻ പറ്റി. ഈ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, റോഡിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ കുറേ പൂമരങ്ങൾ വെച്ചിട്ടുണ്ട്. രാത്രി ഓപ്പോസിറ്റ് വരുന്ന വണ്ടീൻ്റെ ബ്രൈറ്റ് ലൈറ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചായയും വടയും അത് മുഖ്യം ബിഗിലേ. 11:45 നമ്മുടെ ഷോ. അപ്പം അതുവരെ നമ്മൾ ഇവിടെ അടുത്തുള്ള ആദിയോഗി എന്ന് പറഞ്ഞ ഒരു ശിവൻ്റെ തലേക്കുള്ളൊരു സ്ഥലമല്ലേ, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അവിടെയും കൂടെ പോയിട്ട് എന്തായാലും ഈ വഴിക്ക് വരുവാണല്ലോ, അവിടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് വിട്ടു. നമ്മൾ പാലക്കാട് വാളയാറ് വഴി വരുമ്പം ഈ ഒരു സ്ഥലത്തുനിന്ന് ഒരു 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട് ബ്രോഡ്വേന്ന് ഈ ശിവൻ്റെ ഈ പറയുന്ന ആദിയോഗീൻ്റെ അങ്ങോട്ട്. ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത്യാവശ്യം ഓടാനുണ്ട് ഉള്ളിലോട്ട്, കുറച്ചധികം പോകണം, എന്നാലേ പാർക്കിങ്ങിൻ്റെ അവിടെ വരെ എത്തുള്ളൂ. ഇവിടെ ശരിക്ക് പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പ്രതിമേൻ്റെ ആ സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ട് പോകാനൊന്നും വേറെ പൈസയൊന്നും കൊടുക്കണ്ട. ഒട്ടുക്കത്തെ കാറ്റാണ് ഇവിടെ, നമ്മളെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. സംഭവം നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിപ്പോൾ ഒരു ചെസ്റ്റിൻ്റെ അവിടുന്ന് മുകളിലോട്ടാണ് ഈ ഒരു പ്രതിമേൻ്റെ ഭാഗമുള്ളത്, അത്രയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്. ഇതിൻ്റെ താഴെയൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കുമ്പം മൊത്തം കാണൂല, അത്രയുണ്ട് ഇത് സംഭവം. പിന്നെ ഈ ഒരു ഏരിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ താഴെയായിട്ടാണ് ഇത് വരുന്നത്, തമിഴ്നാട് സൈഡിൽ. അതപ്പം അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ ഭയങ്കര കാറ്റാണ്, പിന്നെ നല്ലൊരു ക്ലൈമറ്റാണ് അവിടെ. ഈ പാലക്കാടിൻ്റെയും തമിഴ്നാടിൻ്റെ ആ ഒരു ഗ്യാപ്പ് മാത്രമാണല്ലോ വെസ്റ്റേൺ ഗാർഡ്സിനുള്ളത്. ആ ഒരു സ്ഥലത്തുള്ള കാറ്റായിരുന്നു തോന്നുന്നു, ഇങ്ങോട്ട് ഫുൾ ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്, നല്ല രീതിയിൽ കാറ്റടിച്ച് കയറുന്നുണ്ട്. അധികം നേരം അവിടെ നിന്നില്ല, ഒരു 9 മണി ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബ്രോഡ്വേയിലേക്ക് വെച്ച് പിടിച്ചു. ഇനി പോകുന്ന വഴിക്ക് വേണം എന്തെങ്കിലും തിന്നണം എന്നൊക്കെ ഉള്ള, ഒന്നും തിന്നിട്ടില്ലല്ലോ, രാവിലെ 3:30 ഇറങ്ങിയതല്ലേ. അപ്പോൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നേരെ പോയി പടത്തിന് കയറണം എന്നാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ മുമ്പിലെത്തി. ഇതാ ദൂരെ കാണുന്നുണ്ട് ബ്രോഡ്വേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു മാളാണോ അതോ തിയേറ്ററാണോ എന്ന് അറിയത്തില്ല. കണ്ടിട്ടൊരു മാളിൻ്റെ ലുക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം വലിയ ബിൽഡിംഗ് ആണ്. അവിടെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നേരെ മുമ്പിൽ തിയേറ്ററിൻ്റെ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഐമാക്സ് ഉണ്ട്, എപ്പിക് ഉണ്ട്, പിന്നെന്താ അത് എന്തൊക്കെയുണ്ട്, ജെയ്ഡോ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്തായാലും കയറി നോക്കാം. ഇത് ശരിക്കൊരു മാളാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുകളുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തമായിട്ടാണ് ബ്രോഡ്വേ സിനിമാസ് ഉള്ളത്. ബാക്കിയുള്ള ഫ്ലോറുകളിൽ 2 ഫ്ലോർ ഉള്ളതെന്ന് തോന്നുന്നു. അതിനകത്ത് ബാക്കിയുള്ളതിൽ കുറേ ഷോപ്പുകളും പിന്നെ ഫുഡ് കോർട്ട് അങ്ങനത്തെ സംഭവങ്ങളും. ഡെക്കാതലോൺ ഉണ്ടായിരുന്നു, അത് അടച്ചു പോയെന്ന് തോന്നുന്നു, പൂട്ടിയിട്ടേക്കെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുണ്ടോ, ഡെക്കാതലോൺ ഉണ്ടെന്നൊക്കെ, പക്ഷേ ആ സൈഡിലോട്ട് പോയപ്പോൾ അവിടെ സാധനമില്ല. പിന്നെ ഫുഡ് കോർട്ടുണ്ട്, ചെറിയൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ അധികം സാധനങ്ങളൊന്നുമില്ല, എന്നാലും ഉണ്ട്. മൊത്തത്തിൽ വലിയൊരു മാളൊന്നുമല്ല. ഇതിനകത്ത് ഈ ഒരു സിനിമാസ് ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ കുറച്ച് വേറെ ഷോപ്പുകൾ. ഐമാക്സ് ആണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഐമാക്സ് എന്ന് പറഞ്ഞാൽ സിനിമാസ്, ഇതിൻ്റെ ഉള്ളിലുള്ള സിനിമാസാണ് ഏറ്റവും മെയിൻ. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഐമാക്സുകളിൽ ഒന്നാണ് ഈ ബ്രോഡ്വേ സിനിമാസിലെ ഐമാക്സ്. പിന്നെ ഇത് 12 ചാനൽ 4K ലേസറാണ്. നമ്മുടെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ളതാണെങ്കിൽ ലേസർ പ്രൊജക്ഷനൊന്നുമല്ല. പിന്നെ നമ്മുടെ കൊച്ചിയിലുള്ളതാണെങ്കിൽ ലേസറാണ്, 4K ആണ്, പക്ഷേ അത് 6 ചാനലാണ്. ഇത് 12 ചാനലാണ്. ഇതിൻ്റെ ഉള്ളിലേട്ടങ്ങ് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്ക്രീനിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല മാസീവ് സ്ക്രീനാണ്. ഇവർ നോർമലായിട്ട് ഐമാക്സിൻ്റെ കൗണ്ട് ഡൗൺ ഒക്കെ വെച്ചിട്ടുള്ള ട്രെയിലറില്ലേ, അതിന് പകരം 2-3 വേറെ ട്രെയിലർ ഇട്ടു. അതും പിന്നെ ഇൻ്റർവെൽ ടൈമിൽ ഡൂണും അങ്ങനെ കുറച്ച് ട്രെയിലറൊക്കെ ഇട്ടു. ട്രെയിലറൊക്കെ കിട്ടില്ലനായിട്ടായിരുന്നു ഐമാക്സിൽ കണ്ടത്. ഈ ലോ ബിറ്റ് റേറ്റിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ശരിക്കും ആ ഒരു പ്രശ്നമുണ്ട്. അത് ശരിക്കും ആ ട്രെയിലറും
ഈ ഒരു മൂവിയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ പടത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? പടം അടിപൊളി, പടം നല്ല പടം, അടിപൊളി പടം. ക്ലൈമാക്സ് ഒക്കെ സീന്. പടം നല്ല കിടിലൻ പടം. പിന്നെ ഈ അവഞ്ചേഴ്സൊക്കെ പോലെ ഭയങ്കര സെറ്റ് പീസും ആക്ഷനും അങ്ങനത്തെ സാധനമൊന്നും പ്രതീക്ഷ ആരും വരരുത്. ഞാൻ ശരിക്ക് ഐമാക്സിൽ തന്നെ പടം കാണാമെന്ന് പറഞ്ഞ് കുറേ ദൂരം ഇങ്ങനെ പോയി കാണുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു പടത്തിൻ്റെ പ്രിൻ്റ് അത് ശരിക്കും അങ്ങനെ പോയി കാണുന്നതിന് ഒരു വേർത്തല്ല. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വല്ല എപ്പിക് സ്ക്രീനോ PXL അങ്ങനത്തെ പ്രീമിയം ലാർജ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്ക്രീൻ തിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ നിന്നും കിട്ടും. അതല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ബ്രോഡ്വേ സിനിമാസ് പോലെ ഒരു ഐമാക്സ് ഉണ്ട്, അതിൽ വലിയ പൈസയൊന്നുമില്ല. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ 2000 രൂപയ്ക്കാണ് ഇതിന് മേടിക്കുന്നത്. അത്രയൊന്നുമില്ല, ഒരു 400, 500 അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ പോയി കാണുന്നത് തന്നെയായിരിക്കും ബെറ്റർ. അല്ലാതെ ഇതിനു വേണ്ടി കുറേ കിലോമീറ്ററൊക്കെ പോയി ഐമാക്സിൽ കാണണം എന്നുള്ളൊരു സംഭവം ഇതിനില്ല. ഞാൻ ഒരിക്കലും പടത്തിനെ അല്ല കേട്ടോ കുറ്റം പറയുന്നത്, പടം കിടിലൻ പടമാണ്. ഞാൻ പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ബിറ്റ് റേറ്റുള്ള ഐമാക്സ് പ്രിൻ്റ് തന്ന് നമ്മളെ മൂഞ്ചിച്ച ആൾക്കാരെയാണ് പറയുന്നത്.